പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം മാർച്ച് 1 നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. പത്തനാപുരം മൗണ്ട് താബോർ ദയറയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം മാർച്ച് 1 വൈകിട്ട് 3 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പസിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി KB ഗണേഷ് കുമാർ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പത്തനാപുരത്തെ ആദ്യ സ്കൂളിന് 100 വർഷം തികയുകയാണ്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് 100 വർഷത്തിന്റെ ആ ഒരു വലിയ അഭിമാന നിമിഷത്തിൽ നിൽക്കുക. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണ ഭദ്രാസനാധിപനായ അഭിനന്ദ തോമാ ദിവന്നാസിസ് തിരുമേനിയാണ് മൗണ്ട് താബോർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപക പിതാവ്. 1926 കുണ്ടറ MGDM സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിരിക്കെ പത്തനാപുരത്തേക്ക് അദ്ദേഹം വരികയും അവിടെ അന്ന് കണ്ട 15 വിദ്യാർത്ഥികൾ മാത്രമുള്ള ആ ഒരു സ്കൂളിന് 1926 മാർത്തോമ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തയാണ് പത്തനാപുരത്ത് സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ സ്ഥാപിക്കുന്നത്. കുട്ടികൾ വർദ്ധിച്ചതോടെ 1962 പെൺകുട്ടികൾക്കായി ഇതേ സ്ഥലത്ത് മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂൾ ആരംഭിച്ചു. പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും നിലവിലുള്ളവ ഏറ്റെടുക്കുകയും ചെയ്തു. ആർട്സ് കോളേജുകളും നഴ്സിംഗ് കോളേജുകളും സ്ഥാപിച്ചു. തമിഴ്നാട്ടിൽ പൊന്നയ്യ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുത്ത് കേരളത്തിനപ്പുറത്തേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. പത്തനാപുരത്ത് 2 ക്ലാസ് മുറികളും 15 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച വിദ്യാലയം ഇന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികളും 1000-കണക്കിന് അധ്യാപക അനധ്യാപക ജീവനക്കാരുമുള്ള വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൗണ്ട് താബോർ ദയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു, ഫാദർ സിബി വർഗീസ്, ഡെപ്യൂട്ടി HM വിനോദ് മാത്യു, അധ്യാപകൻ ലിനു ജോഷ്യ, ബിബിൻ ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.